വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ജനോസൈഡ് വീരനായ നെതന്യാഹു അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം നമ്മുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നെതന്യാഹു തൻ്റെ പ്രസംഗത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. നെതന്യാഹുവിന് അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിക്കാൻ അവസരം നൽകിയതിൽ പ്രതിഷേധിച്ചും നടത്തിയ പ്രതിഷേധ പ്രകടനക്കാരെ വളരെ മോശമായി തൻ്റെ പ്രസംഗത്തിൽ ചിത്രീകരിച്ചിരുന്നു. നെതന്യാഹു തൻ്റെ പ്രസംഗത്തിൽ അമേരിക്കയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയവരെ വിശേഷിപ്പിച്ചത് ഇറാന്റെയും ഹമാസിൻ്റെയും അടിമകളെന്നും പ്രോക്സികളെന്നും ഒക്കെയാണ്. അമേരിക്കയിൽ വന്നു അമേരിക്കൻ പൗരന്മാരെ മോശമായി അഭിസംബോധന ചെയ്യാൻ, മോശമായി അവർക്കെതിരെ സംസാരിക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞുവെങ്കിൽ, അതിന് മാത്രം സ്വാധീനമുണ്ടെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കമല ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഗസ യുദ്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും അമേരിക്കൻ നയത്തിൽ എന്ന് വിശ്വസിക്കാൻ തരമില്ല. എന്തായാലും നമുക്ക് കമല ഹാരിസിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. ഇസ്രായേലിന് ഇറാനിൽ നിന്നും ഇറാൻ സപ്പോർട്ടുള്ള ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ മിലീഷ്യകളിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഇസ്രായേലിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ധാരാളം ഫണ്ടുകൾ ഞാൻ ശേഖരിച്ചിരുന്നു. ഇസ്രായേൽ രാജ്യത്തിന് നിലനിൽപ്പിന് എനിക്ക് അചഞ്ചലമായ പ്രതിബദ്ധതയുണ്ട്. ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിലും അവിടുത്തെ ജനതയുടെ സുരക്ഷിതത്വത്തിലും അതുപോലെ തന്നെ. ഞാൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. ഹമാസ് വളരെയധികം മാരകമായ ഭീകര സംഘടനയാണ്. ഒക്ടോബർ 7-ന് 1200 നിഷ്കളങ്കരായ ജനങ്ങളെ കൊല്ലുക വഴി ഹമാസ് ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. അതിൽ 44 അമേരിക്കക്കാരുണ്ട്. ഹമാസ് ഭയങ്കരമായ ലൈംഗികാതിക്രമങ്ങൾ നടത്തുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. അതിലിപ്പോഴും ചില അമേരിക്കൻ പൗരന്മാർ ബന്ദികളായി ഹമാസിന്റെ കൈവശമുണ്ട്. സാഗി, ടേക്കോ, ഹെൻ, ഹിർഷ്, ഗോൾഡ്ബർഗ്, പോളണ്ട്, ഇറാൻ, അലക്സാണ്ടർ, കീത്ത്, സീഗൽ, ഒമർ, ന്യൂട്രോ, ജൂഡോ സെയിൻസ്റ്റീൻ, ഡോഡാഗെ, ഈഡൈഹെൻ ഇവർ ഇപ്പോഴും ഗസയിൽ തടവിലാണ്. ഞാനിപ്പോൾ തന്നെ പലതവണ അമേരിക്കൻ ബന്ദികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓരോ തവണ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ തനിച്ചല്ല, ഞാൻ അവരുടെ കൂടെയുണ്ടെന്ന്. അവരെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാനും പ്രസിഡന്റ് ബൈഡനും ദിനം പ്രതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് എൻ്റെ അങ്ങേയറ്റത്തെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഗസയുടെ ജനങ്ങളുടെ ദുരിതങ്ങളുടെ കാര്യത്തിൽ, നിരപരാധികളായി ഫലസ്തീൻ ജനതയുടെ മരണത്തിലും. മാത്രമല്ല അവിടുത്തെ ദാരുണമായ മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ആശങ്കയും ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 2 മില്യണിലധികം ആളുകൾ ഗസയിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ്. ഇവരിൽ 1.5 ലക്ഷം ആളുകൾ അതികഠിന ദാരിദ്ര്യത്തെ തന്നെ അഭിമുഖീകരിക്കുന്നു. കഴിഞ്ഞ 9 മാസമായി ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനാശകരമായ സംഭവങ്ങളാണ്. അതിൽ മരണപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ, നിരാശരും പട്ടിണിക്കാരുമായ ജനങ്ങൾ സുരക്ഷിതത്തിനായി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവർ 2, 3, 4 തവണ കുടിയിറക്കപ്പെടുന്നു. ഈ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നമുക്ക് നോക്കി നിൽക്കാനാവില്ല. കഷ്ടപ്പാടിൽ തളർന്നു പോകാൻ നമുക്ക് അനുവദിക്കാനാകില്ല. എനിക്ക് നിശബ്ദയാവാനാകില്ല. ഞങ്ങളുടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിന് നന്ദി. ബന്ദി കൈമാറ്റത്തിനും വെടിനിർത്തലിനും ഉതകുന്ന ഒരു കരാർ അവിടെ മേശപ്പുറത്തുണ്ട്. ആ ഡീലിനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കരാറിന്റെ ആദ്യഘട്ടം ഗസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേലി മിലിറ്ററി പിന്മാറുന്ന നിലക്കുള്ള ഒരു വെടിനിർത്തലാണ്. രണ്ടാമത്തെ ഘട്ടം ഇസ്രായേലി മിലിറ്ററി മുഴുവനായും ഗസയിൽ നിന്നും പിന്മാറലാണ്. ഇത് സ്ഥിരമായ സഹിഷ്ണുതയിലേക്ക് നയിക്കും. അതാണ് യുദ്ധം അവസാനിക്കാനുള്ള സമയം. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. എല്ലാ ബന്ദികളും സ്വതന്ത്രമായിരിക്കും. ഗസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ അവസാനിക്കും.
അതോടുകൂടി ഫലസ്തീനികൾക്ക് അവരുടെ അവകാശങ്ങൾ അനുഭവിക്കുവാനും അന്തസ്സോടെ ജീവിക്കാനും അവർക്ക് അവരുടെ സ്വയം നിർണയ അവകാശവും വിനിയോഗിക്കാനുമാകും. ഈ കരാർ ഉറപ്പിക്കുന്നതിനുള്ള ചർച്ചയിൽ ആശാവഹമായ ഒരു ചലനമുണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ കരാർ പ്രാവർത്തികമാക്കാനുള്ള യഥാർത്ഥ സമയമെന്ന് ഞാൻ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന എല്ലാവരോടും, സമാധാനം കാംക്ഷിക്കുന്ന എല്ലാവരോടും അവരെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഡീൽ നടത്താം. അങ്ങനെ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാം. നമുക്ക് ബന്ദികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാം. അതുവഴി നമുക്ക് ഫലസ്തീനികൾക്ക് കൂടുതൽ ആശ്വാസവും പകരാം. ആത്യന്തികമായി ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കുന്ന പാതയ്ക്ക് ഞാൻ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്നു. എന്നാൽ ഇപ്പോൾ ആ സാധ്യത സങ്കല്പിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. എന്നാൽ ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഇസ്രായേൽ ഒരു ജനാധിപത്യ ജൂതരാഷ്ട്രമായി നിലനിൽക്കാനും അതുവഴി ഫലസ്തീനുകൾക്ക് അർഹിക്കുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സമൃദ്ധിയും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഏകമാർഗം. അതിന് ഫലസ്തീനുകൾക്ക് അർഹതയുണ്ട് താനും. ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അമേരിക്കൻ ജനത മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഗസയിലെ യുദ്ധം ഒരു ബൈനറി ഇഷ്യൂ അല്ല. പലപ്പോഴും സംഭാഷണങ്ങളിൽ അങ്ങനെയാണെങ്കിലും യാഥാർത്ഥ്യം എന്തായിരുന്നാലും ശരി. അതുകൊണ്ട് ഈ മേഖലയിലെ സങ്കീർണതയെയും ചരിത്രത്തെയും അംഗീകരിക്കാനുള്ള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കാൻ ഞാൻ എൻ്റെ അമേരിക്കൻ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നു. നമുക്കെല്ലാ ടെററിസത്തെയും അക്രമങ്ങളെയും അപലപിക്കാം. നിഷ്കളങ്കരായ ജനതയുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ആൻറ്റിസെമിറ്റിസത്തെയും ഇസ്ലാമോഫോബിയയും നമുക്ക് അപലപിക്കാം. മറ്റേതു തരം വെറുപ്പിനെയും നമുക്ക് അപലപിക്കാം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനായി പ്രവർത്തിക്കാം. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഗസൻ യുദ്ധത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്? ഒരിക്കലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ വംശഹത്യ ഭീകരനായ നെതന്യാഹുവിനെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കുമായിരുന്നില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതി കൊടും ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹുവിനെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി പ്രകാരം യുദ്ധക്കുറ്റവാളിയായി നിലനിൽക്കുന്ന നെതന്യാഹുവിനെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് പ്രസംഗിക്കാൻ ക്ഷണിച്ച അമേരിക്കയുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കൊടും ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹുവിനെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയുടെ വിധി പ്രകാരം യുദ്ധക്കുറ്റവാളിയായി നിൽക്കുന്ന നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിന്റെ പ്രസംഗിക്കാൻ അനുവാദം നൽകിയ അമേരിക്ക, ലോകത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റിലമെന്ന് അറിയപ്പെടുന്ന അമേരിക്ക, നെതന്യാഹുവിന് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ലോകത്തോട് പറയുന്നത് എന്ത് സന്ദേശമാണെന്ന് മനസ്സിലാകുന്നില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ഗീർവാണം, 2 സ്റ്റേറ്റ് ഫോർമുല ഇത്രയും കാലം എവിടെയായിരുന്നു ആവോ? ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും ഫലസ്തീനെ ഒന്നുമല്ലാതാക്കി കാണുകയും ചെയ്തത് അമേരിക്ക തന്നെയല്ലേ? ഇസ്ലാമിക രാജ്യങ്ങളിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഇറാഖ് എന്ന രാജ്യത്തെ ഇസ്രായേലിന്റെ ദുർബോധനത്തിന്റെ പേരിൽ, അവിടെ രാസായുധമുണ്ടെന്ന പേരിൽ ഇല്ലാതാക്കി ഒന്നും തന്നെ അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റി അവിടുത്തെ ഭരണാധികാരിയെ തൂക്കിലേറ്റാൻ വരെ സഹായിച്ചത് അമേരിക്കയായിരുന്നില്ലേ? ഇനിയും ഈ അമേരിക്കയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ.